ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. നമസ്കാരം. എസ് നായർ ആസ്ട്രോ ആൻഡ് പാമിസ്റ്റിലേക്ക് സ്വാഗതം. 2025 നവംബർ 9 മുതൽ 2025 നവംബർ 15 വരെ, അതായത് 1201 തുലാമാസം 23 മുതൽ 1201 തുലാമാസം 29 വരെയുള്ള നിങ്ങളുടെ വാരഫലം എങ്ങനെയെന്ന് ഒന്ന് നോക്കാം. മേടം രാശി: അശ്വതി, ഭരണി, കാർത്തിക 15 നാഴിക. ഇവർ ഈ ആഴ്ച ദേവാലയങ്ങൾ സന്ദർശിക്കും. ആരോഗ്യം അത്ര തൃപ്തികരമായിരിക്കുകയില്ല. സ്വന്തമായി ചെയ്യുന്ന ജോലിയിൽ ഉദ്ദേശിക്കുന്ന അത്ര വരുമാനം കിട്ടുകയില്ല. പണത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാകും. ഇടവം രാശി: കാർത്തിക 45 നാഴിക, രോഹിണി, മകയിരം 30 നാഴിക. ഇവർക്ക് ഈ ആഴ്ച മംഗളകാര്യങ്ങൾ, ഉയർന്ന സ്ഥാനങ്ങൾ അലങ്കരിക്കാനുള്ള യോഗം കാണുന്നു. പഠിക്കുന്ന കുട്ടികൾക്ക് അത്ര നല്ല സമയം അല്ല. കടം കൊടുത്ത പൈസ തിരികെ കിട്ടും. മിഥുനം രാശി: മകയിരം 30 നാഴിക, തിരുവാതിര, പുണർദം 45 നാഴിക. ഇവർക്ക് ഈ ആഴ്ച പൊതുവെ ഗുണദോഷ സദൃശമായ സമയമാണ്. ജോലിഭാരം കൂടാൻ ഉള്ള സാധ്യതയും കാണുന്നു. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. ദൂരയാത്ര വേണ്ടിവരും. കർക്കിടകം രാശി: പുണർദം 15 നാഴിക, പൂയം, ആയില്യം. ഇവർ ഈ ആഴ്ച വാഹനാപകടത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടും. കൂട്ടുകച്ചവടം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി കാണുന്നു. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. ചിങ്ങം രാശി: മകം, പൂരം, ഉത്രം 15 നാഴിക. ഇവർക്ക് ഈ ആഴ്ച സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം കിട്ടും. പൊതുജനങ്ങൾക്കിടയിൽ അന്തസ് വർദ്ധിക്കും. പണം വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നു. കന്നി രാശി: ഉത്രം 45 നാഴിക, അത്തം, ചിത്തിര 30 നാഴിക. ഇവരിൽ വിദേശത്തുള്ളവർ അല്പം സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. കാരണം ജോലി നഷ്ടപ്പെടാൻ സാധ്യത കാണുന്നു. കൂടുതൽ സമയവും ജോലിയിൽ മുഴുകിയിരിക്കും. പണം സൂക്ഷിച്ചു കൈകാര്യം ചെയ്യണം. കുടുംബത്തിൽ സ്വസ്ഥത കുറയും. തുലാരാശി: ചിത്തിര 30 നാഴിക, ചോതി, വിശാഖം 45 നാഴിക. ഇവർക്ക് ഈ ആഴ്ച വിവാഹ കാര്യങ്ങളിൽ അല്പം താമസം നേരിടും. മേലുദ്യോഗസ്ഥരിൽ നിന്നും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായി മറുപടി കിട്ടുകയില്ല. വാഹനങ്ങൾക്ക് കേട് സംഭവിക്കാൻ സാധ്യത കാണുന്നു. വൃശ്ചികം രാശി: വിശാഖം 15 നാഴിക, അനിഴം, കേട്ടം. ബന്ധുക്കളിൽ നിന്നും സഹായം പ്രതീക്ഷിക്കാം. അയൽക്കാരുമായി സന്തോഷത്തോടെ പെരുമാറും. ഷെയർ മാർക്കറ്റിൽ നഷ്ടം സംഭവിക്കാം. അപകടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കാം. ധനുരാശി: മൂലം, പൂരാടം, ഉത്രാടം 15 നാഴിക. ഇവർക്ക് കുടുംബത്തിൽ നിന്നും ദുഃഖവാർത്ത കേൾക്കാൻ ഇടയുണ്ട്. പുരോഹിതർക്ക് അനുകൂല സമയമാണ്. ഒടിവോ ചതവോ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. അപകട സാധ്യത വളരെ കൂടുതലാണ്. മകരം രാശി: ഉത്രാടം 45 നാഴിക, തിരുവോണം, അവിട്ടം 30 നാഴിക. ഇവർക്ക് ഈ ആഴ്ച ദൂരയാത്രയ്ക്ക് സാധ്യതയുണ്ട്. ഭൂമിയുടെ ക്രയവിക്രയത്തിൽ തർക്കങ്ങൾ ഉണ്ടാകും. എന്നാൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. കുട്ടികൾക്ക് വിനോദയാത്രയ്ക്ക് അവസരം ഉണ്ടാകും. കുംഭം രാശി: അവിട്ടം 30 നാഴിക, ചതയം, പൂരുരുട്ടാതി 45 നാഴിക. ഇവർക്ക് ഈ ആഴ്ച പരീക്ഷകളിൽ പ്രതീക്ഷിച്ചത്ര വിജയം ഉറപ്പുവരുത്തുവാൻ സാധിക്കുകയില്ല. ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അതിൻ്റെ രേഖകൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. ചതിയിൽപ്പെടാതെ സൂക്ഷിക്കണം. മീനം രാശി: പൂരുരുട്ടാതി 15 നാഴിക, ഉത്രട്ടാതി, രേവതി. ഇവർക്ക് ഈ ആഴ്ച ഓഹരി ഇടപാടിൽ നഷ്ടം വരാതെ സൂക്ഷിക്കണം. വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സമയമാണ്. ശാരീരിക അസ്വസ്ഥത ഉണ്ടാകും. കൂട്ടുകാരുമായി വിനോദയാത്ര പോകാൻ അവസരം ഉണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ പേരും രാശിയും കമൻറ്റ് ബോക്സിലിട്ട് എന്നെ അറിയിക്കുക. എൻ്റെ പൂജയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും.
ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാകും എന്ന വിശ്വാസത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം.